ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. അയക്കൂറ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, കാരണം ഇത് കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മീൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ ഇത് ഞാൻ കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി വീഡിയോ നോക്കാം. മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം ഞാൻ മീനിലേക്ക് തേക്കാനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. കുറച്ച് കട്ടിയായിട്ട് വേണം അരയ്ക്കാൻ, വെള്ളം കൂടി വെള്ളമാവരുത്. 1 കിലോ മീനാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. ഞാൻ കിങ് ഫിഷാണ് എടുത്തത്, നിങ്ങൾക്ക് ഏതും വേണമെങ്കിലും എടുക്കാം. തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, മീൻ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് പൊട്ടി ഒടിഞ്ഞിട്ടൊക്കെ പോവും, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് തേച്ച ശേഷം ഫ്രൈ ചെയ്യുന്നവരെ ഞങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് മീനിൻ്റെ തലയും വാലും ഞങ്ങൾ കളയരുത്, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ല വേവിക്കണം. എന്നിട്ടത് തണുക്കാൻ വെക്കുക. പിന്നെ ഞങ്ങൾ ബിരിയാണിയിലേക്ക് ഗാർണിഷിൽ ആവശ്യമുള്ള ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഓയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യുക. ഓയിൽ പറയുമ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. ഫിഷ് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ വെളിച്ചെണ്ണയാണ്. ഇനി മീൻ പൊരിക്കുന്നതും ബിരിയാണി മസാല ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിൽ തന്നെയാണ്. അതിനുശേഷം കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കുക. കിസ്മിസ് വേണമെങ്കിലും അതും ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കിസ്മിസ് എടുക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇനി ഫ്ലെയിം കുറക്കരുത്. ഓയിൽ നല്ല ചൂടായിട്ട് തന്നെ വേണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മരിച്ചിടുക. ഒരു 3 മിനിറ്റ് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മരിച്ചിടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, മീൻ നല്ല പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 സ്പൂണ് കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ 2 സ്പൂണ് വെച്ചിട്ട് വേണം നിങ്ങൾ മീൻ മരിച്ചിടാനേ. മീൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ആ എണ്ണ തന്നെയാണ് ഞങ്ങൾ മസാലയ്ക്ക് എടുക്കേണ്ടത്. അത് ഏത് പാത്രത്തിലാണ് ദമ്മിടുക അതിലെടുക്കുക. പിന്നെ 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. വലിയ ഉള്ളിയായിരുന്നു, ചെറുതാണെങ്കിൽ 3 എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില. എല്ലാ മസാലയും ഞങ്ങൾ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച കൊണ്ട് ഈ ബിരിയാണി മസാല ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ മതി. ഇപ്പോൾ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ടാണ് എടുത്തത്. 1 സ്പൂണ് മതി, കുറേയൊന്നും വേണ്ട. ഒരു 3 പച്ചമുളക് 2 കഷ്ണാക്കിയിട്ട് വേണം ഇടാൻ. ഒരു 5 മിനിറ്റാണ് ഞങ്ങളൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കണ്ടിന്യൂസായി വഴറ്റണമെന്നില്ല. ചമ്പട്ടി ആണെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ 2 പഴുത്ത തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 3 തക്കാളി എടുക്കണം. ഇതിൽ കുറച്ച് പുളിയാണ് വേണ്ടത്. ഇനി നിങ്ങൾ തക്കാളി നല്ല പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ മീനിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മീനിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഞാൻ മീൻ തിളപ്പിച്ച് വെച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇനി ഒരു 10 മിനിറ്റ് ഞങ്ങൾ നല്ലോണം വേവിച്ചെടുക്കണം പറയുന്നത് എന്ത് പറഞ്ഞാൽ ഈ തക്കാളി നല്ലോണം ഒടിഞ്ഞ് പേസ്റ്റ് ആവണം. നല്ല ഒടിഞ്ഞിട്ട് നല്ല പേസ്റ്റാണ് ആവേണ്ടത്. തക്കാളി ഒരിക്കലും ഒടിയാതിരിക്കരുത്. ഈ തക്കാളിയും മസാല ഒക്കെയാണ് ഞങ്ങളെ മീൻ ബിരിയാണിൻ്റെ ടേസ്റ്റ്. ഈ വെള്ളം കൂടി ഒഴിച്ചത് കൊണ്ട് മീനിൻ്റെ ഫ്ലഷ് ഒന്നും കളയരുത്. ആ വെള്ളത്തിൽ നിന്ന് എല്ല് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കണം. ഈ പരിവായ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാം 1/2 സ്പൂണാണ് ഞാൻ എടുത്തത്. കൂടുതലൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഒരു 3 സ്പൂണ് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പുളി എങ്ങനെ വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. ചില തൈര് പുളി ഉണ്ടാവും, ചില തൈര് പുളി ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ സമയത്തൊക്കെ നല്ല ഫ്ലേവർ ആയിരിക്കും. ഉപ്പും എരിവും വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് പൊടിച്ചിട്ട് വേണം ഇടാൻ, പൊടിക്കാതെ ഇടരുത്. പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഒന്നൊന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒറ്റയടിക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കരുത്. മീനായതുകൊണ്ട് പറയുകയാണ്, നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ഒടിഞ്ഞു പോവും. ഒടിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് ആവുന്ന കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്ന കൊണ്ടാണ് പറയുന്നത്. മീൻ ഇട്ട ശേഷം പിന്നെ ഞങ്ങൾ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം മസാലയും മീനും കൂടി ഇങ്ങനെ ജസ്റ്റ് മുക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു മല്ലിയില ഇട്ട് അടിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ വറ്റി വരും. അതിനുശേഷം ഞങ്ങൾ റെഡിയാക്കി വെച്ച ചോറാണ് ഇടേണ്ടത്. ചോറിൻ്റെ വീഡിയോ ഞാൻ കാണിക്കണില്ല, ഞാൻ കുറേ പ്രാവശ്യം എല്ലാ ബിരിയാണിയിലും കാണിച്ചതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെ ഓറഞ്ച് നീരും മഞ്ഞളും ഇട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയിലും പുതിനും ഞങ്ങൾ റെഡിയാക്കി വെച്ച ഉള്ളിയും കാഷ്യൂനട്ടും ഇട്ടിട്ട് ഞാൻ എന്നും ഗാർണിഷ് ചെയ്യുന്ന പോലെ ഗാർണിഷ് ചെയ്യുക. പിന്നെ എൻ്റെ വേറെ ബിരിയാണി വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിൽ ചെക്ക് ചെയ്താൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാവും. പിന്നെ മീൻ ബിരിയാണി പറയുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ നടുമ ഒരു ജസ്റ്റ് ഒന്ന് വരിച്ചു കൊടുത്താൽ മതി, 2 കഷ്ണമാക്കരുത്, ഇങ്ങനെ കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണേൽ ഒരു 2 സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഞാനെല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് ഓറഞ്ച് നീരും 2 കഷ്ണം ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഓറഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ മതി. എന്നിട്ട് ദമ്മ് ഇടാൻ വെക്കുക. ദമ്മ് വെക്കുമ്പോൾ അടിയിലൊരു ഫ്രൈ പാൻ വെക്കാൻ മറക്കരുത്. 20 മിനിറ്റ് ദമ്മിട്ട ശേഷം 20 മിനിറ്റ് ദമ്മിട്ട ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ദമ്മ് ഓപ്പൺ ചെയ്യുക. മുകളിലുള്ള ചോറൊന്ന് മിക്സ് ചെയ്യുക. അടിയിലേക്ക് മീൻ ടച്ച് ചെയ്യരുത്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുക. എടുക്കുമ്പോഴും മീൻ പൊട്ടാത്ത രീതിയിൽ വേണം എടുക്കാൻ. ഏത് സ്പൂണിലും നിങ്ങൾ മീൻ പൊട്ടൂല എന്ന് കംഫർട്ടാണ്, അതിലെടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.